ഒരു ചെറിയ തലവേദന. കേസുകളൊക്കെ അഡ്ജൈൻ ചെയ്യാൻ പറഞ്ഞു. നോക്കട്ടെ. വായേട്ടാ. ഗീതമ്മേ, എല്ലാവരും ഇന്നുണ്ടല്ലോ അല്ലേ? മേ കമൻ സർ? വരൂ. വാ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഏട്ടാ, ഇതാണ് കനകാംബരൻ സാർ. സർ, ഇതെന്റെ ഏട്ടനാ, പേര് സച്ചിദാനന്ദൻ. നമസ്കാരം സർ. നമസ്കാരം, ഇരിക്കൂ. ഏട്ടൻ എന്ന് പറയുമ്പോ സ്വന്തം ബ്രദർ തന്നെയല്ലേ? അതെ സർ. എല്ലാരെയും ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതാ. ആയിക്കോട്ടെ. സച്ചേട്ടാ, ഇതാ ഗീത ചേച്ചി, ഇവിടുത്തെ ഏറ്റവും സീനിയർ ചേച്ചിയാ. എന്നാ ഏട്ട സംസാരിക്കേ. ശരി സർ. സച്ചിദാനന്ദൻ എന്ത് ചെയ്യുന്നു? ഞാനൊരു ടാക്സി ഓടിക്കുക. ഓ, ടാക്സി ഡ്രൈവറാണല്ലേ? ഈ ടാക്സി ഓടിക്കുന്നോണ്ട് ജീവിക്കാനുള്ള വരുമാനം കിട്ടുമോ? ഒരു വിധത്തിൽ ഇങ്ങനെ പോകുന്നു സർ. ഞാൻ ഈ ടാക്സിയിലൊന്നും സഞ്ചരിക്കാറില്ല. പ്രീമിയം വണ്ടികളിൽ മാത്രമേ ഞാൻ യാത്ര ചെയ്യാറുള്ളൂ. സച്ചിക്ക് വേണമെങ്കിൽ കുറെ കൂടി നല്ലൊരു ജോലി ഞാൻ തരാം. ഹലോ, ആര്? ആ ശരി, ഞാനിപ്പോൾ തന്നെ വരാം. എന്നാ പിന്നെ ഞാൻ വെക്കട്ടോ സർ. എന്താ ഇത്ര ധൃതി? നമുക്ക് കുറച്ചു നേരം വർത്താനമൊക്കെ പറഞ്ഞിരിക്കാം. അത് എനിക്കൊരു ഓട്ടോ ഉണ്ട്. ആയിക്കോട്ടെ. ആതിരെ, മോളെ ഞാൻ ഇറങ്ങ, എനിക്കൊരു ഓട്ടോ ഉണ്ട്. ശരി. വൈകുന്നേരം വിളിക്കാൻ പറഞ്ഞോ? ഇല്ല, ഞാൻ വന്നോളാം. ശരി ശരി. എന്താ സർ? വന്നവൻ എനിക്ക് തീരെ പിടിച്ചിട്ടില്ല കേട്ടോ. അവൻ ഇവള് ശരിക്കുള്ള ബ്രദർ തന്നെയാണോ? അതെന്താ സാർ അങ്ങനെ ചോദിച്ചേ? അല്ല, പെണ്ണിന്റെ പ്രായവും ചന്തവും ഒക്കെ അങ്ങനെയാ, അതുകൊണ്ട് ചോദിച്ചതാ. അവളുടെ ചുറ്റും ഒരു കണ്ണു വേണം. ആങ്ങളമാരാണെന്ന് പറഞ്ഞ് ചിലപ്പോ ഇനി ആളുകൾ വരും. അതിന് സാറെന്തിനാ പേടിക്കുന്നേ? നമ്മുടെ സ്റ്റാഫ് വഴിതെറ്റി പോകരുതല്ലോ. ഹലോ, സച്ചി എവിടെയാ? ആതിരെ അവളുടെ ഓഫീസിൽ വിട്ടിട്ട് വരുന്ന വഴിയാ. എന്താ വക്കീലേ? കോടതിയിൽ നാളെയാ നമ്മുടെ കേസിന്റെ വാദം. എനിക്ക് ഓർമ്മയുണ്ട്. സച്ചി നാളെ നേരത്തെ കോടതിയിലെത്തണം. നമുക്ക് ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുണ്ട്. അഥവാ സന്ദീപ് വന്ന് നമുക്കെതിരെ മൊഴി മാറ്റി പറഞ്ഞാലും അവന്തികയോട് ഫൈറ്റ് ചെയ്യാനുള്ള എല്ലാ ആയുധങ്ങളും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ പിന്നെ ഇനിയൊന്നും പേടിക്കാനില്ലല്ലോ. ഇത് ദൈവം തന്നെ നമ്മുടെ കയ്യിൽ നേരിട്ട് കൊണ്ട് തന്നതാ സച്ചി.
നാളെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അവന്തികയുടെ തേരോട്ടത്തിന്റെ അന്ത്യമായിരിക്കും. ഇതിനെല്ലാം നന്ദി പറയേണ്ടത് ഇപ്പോഴും മറഞ്ഞു നിന്ന് നമ്മളെ സഹായിക്കുന്ന ആളിനോടാ. അതെ, നമ്മൾ ജയിക്കണമെന്ന് നമ്മളെക്കാൾ കൂടുതൽ ആഗ്രഹം അയാൾക്കാണെന്ന് തോന്നുന്നു. എന്നാ പിന്നെ ഇങ്ങനെ മറഞ്ഞു നിൽക്കാതെ അയക്ക് നമ്മുടെ മുമ്പിലേക്ക് വന്നൂടെ? ഒരു താങ്ക്സ് എങ്കിലും പറയായിരുന്നു. ചിലരങ്ങനെയാ സച്ചി. ചെയ്തു കൊടുക്കുന്ന ഉപകാരങ്ങൾക്കൊന്നും ഒരു നന്ദി വാക്ക് പോലും അവർ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. നന്മ ചെയ്യണമെന്ന് മാത്രമേ അവർ ആഗ്രഹിക്കുന്നുണ്ടാവൂ. ആ, എന്തായാലും നമുക്കിത് അയച്ചെന്ന ആളിന് നന്മ വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥന മാത്രമേ ഇപ്പൊ എന്റെ മനസ്സിലുള്ളൂ. എന്തായാലും നാളെ രാവിലെ ഞാൻ നേരത്തെ കോടതിയിലെത്താം. ഓക്കെ, ശരി വക്കീലേ. ശരി സച്ചി. മറിഞ്ഞു നിന്ന് സഹായിക്കുന്ന ആളിന് നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ സച്ചിക്കും അർച്ചനയ്ക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ ഇപ്പൊ എനിക്കും പറ്റുന്നുള്ളൂ. അച്ഛാ, അതെന്തിനാ കീറിക്കളഞ്ഞ്? കഷ്ടമുണ്ട് അച്ഛാ. ഇനി ഞാൻ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ എന്ത് പറയും? ഗൂഗിൾ, ഇന്ന് ഓഫീസിൽ പോകുന്നില്ലേ? ഇല്ല, എന്തുപറ്റി? ഒരു ചെറിയ തലവേദന. കേസുകളൊക്കെ അഡ്ജയിൻ ചെയ്യാൻ പറഞ്ഞു. നോക്കട്ടെ. ഏതെങ്കിലും ഡോക്ടറെ ഒന്ന് കണ്ടാലോ? വേണ്ട, ഡോക്ടറെ കണ്ടാലും ഈ തലവേദന ഒന്നും മാറാൻ പോകുന്നില്ല. അതെന്തു പറ്റി? അതെങ്ങനെയാ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞാന് ഒന്ന് കിടക്കട്ടെ. സമൃദ്ധ, ഒരു കുറ്റവും ചെയ്യാത്തൊരാളെ ജീവിതകാലം മുഴുവൻ ശിക്ഷിച്ച് ജയിലിലിടാൻ കഴിയില്ല. തീരുമാനം എടുക്കേണ്ട സമയത്ത് അതിനുള്ള ധൈര്യം കാണിച്ചില്ലെങ്കിൽ പിന്നീട് സംഭവിക്കുന്നതെല്ലാം നഷ്ടങ്ങളായിരിക്കും. അത് മനസ്സിലാക്കിയാൽ നല്ലത്.